എൻ്റെ പൊന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി നോക്കിയാൽ വാൻഡയുടെ വലിയൊരു കളക്ഷനാണ് കേട്ടോ. ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന വലിയൊരു കളക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വന്നപ്പോൾ കണ്ടൊരു അടിപൊളി പ്ലാന്റ് ആണ് ഈ കാണുന്നത്. എന്ത് രസം നോക്കി നോക്കിയാൽ നോർമൽ കാറ്റ്ലിയ പോലെ നല്ലോണം പൂക്കളുണ്ടാവുന്നതാണ്. ഡെൻഡ്രോമി പോലെയൊക്കെ അല്ലല്ല, അത്രയ്ക്ക് ഫ്ലവറിങ് കിട്ടില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി ലാസ്റ്റിംഗ് ഫ്ലവേഴ്സ്. നോർമൽ കാറ്റ്ലിയ പോലെ അല്ല. നോർമൽ കാറ്റ്ലിയ വലിയ ഫ്ലവേഴ്സ് നമുക്ക് അത്രയധികം ദിവസം കിട്ടില്ല. ഈ ഒരു പ്ലാന്റ് അടിപൊളിയാണ് കാണാനായിട്ട്. ഗംഭീര ലുക്കുള്ള പ്ലാന്റ് ആണ്. നല്ല യെല്ലോ കളറ് ഫ്ലവർ. ഇവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചൊരു പ്ലാന്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഫ്ലവറാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വാൻഡയുടെ വെറൈറ്റിയിൽ പെട്ടൊരു പ്ലാന്റ് ആണ്. ഗംഭീര ലുക്ക്. ഇപ്പോൾ ഹൈബ്രിഡ്സ് ഒരുപാട് പുതിയ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, ഓരോ ദിവസം ചെല്ലുതീറും. ഇത് നോക്കി നോക്കി, ഇത് ഭയങ്കരമായിട്ടുള്ള ഭയങ്കര ഒരു വെറൈറ്റിയാണ്. നമ്മളധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് ഈ കാണുന്നത്. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് ഇതിൻ്റെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റിലിരിക്കുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ് മേടിക്കാൻ പറ്റും. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു പരസ്യയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മൂന്നുപീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ അത്യാവശ്യം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഓർക്കിഡ് നഴ്സറിയിലാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ചെയ്യാൻ എത്തിക്കുന്നത്. പേൾ ഓർക്കിഡ്സ് എന്നാണ് നമ്മുടെ ഫാമിൻ്റെ നെയിം എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഓർക്കിഡ് ഫാമിലുണ്ട്. ഓർക്കിഡ് മാത്രമല്ല, ഇഷ്ടംപോലെ വെറൈറ്റി പ്ലാന്റ്സുകൾ, അത്യാവശ്യം വെറൈറ്റി സാധനങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പേൾ ഓർക്കിഡ്സിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഈ കാണുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മുടെ പേൾ ഓർക്കിഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോക്കി നോക്കിയാൽ ബോഗൺവില്ലാസ് ആണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അടിപൊളി വിഷ്വൽസാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ ഒരു ക്യാബിനാണ് കേട്ടോ, റിസപ്ഷൻ പോലൊരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മുടെ സിബിനിക്ക ഇവിടെ നിൽക്കുന്നുണ്ട്. ഇക്ക നമസ്കാരം. നമസ്കാരം ജോമോനെ. അപ്പോൾ നമ്മളങ്ങോട്ട് തുടങ്ങല്ലേ? നമ്മളപ്പോൾ എന്തിട്ടേക്കാണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്? നമ്മൾ നമ്മുടെ ഫാം എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. സകലവക സെറ്റപ്പ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ പ്ലാന്റ്സ്, നമ്മുടെ വളർത്തുന്ന രീതി, അതെ, പിന്നെ നമ്മൾ എത്ര ഹൈജീനായിട്ട് കൊണ്ട് നടക്കുന്നത് നമ്മുടെ ഫാം. അതെ അതെ, ഒരു 25 വർഷമായിട്ട് ഉള്ള ഫാമാണ്. നമ്മൾ എങ്ങനെയൊക്കെ അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് എല്ലാവർക്കും നമ്മൾ കാണിച്ചു കൊടുക്കുക. ഒരു ഫാം ടൂർ. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? മെയിൻ പ്ലാന്റ്സ് എന്തൊക്കെയാണ്? മെയിൻ ആയിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓർക്കിഡ്സ് തന്നെയാണല്ലേ? ഓക്കെ. നമ്മൾ ഇവിടുത്തെ പറഞ്ഞു. പിന്നെ ബാക്കി പ്ലാന്റ്സ് എന്ന് വെച്ചാൽ കുറച്ച് സൈഡിലുള്ള, ബാക്കി കംപ്ലീറ്റ് ഒരുവിധമൊക്കെ നമ്മുടെ കളക്ഷൻ തന്നെയാണ് ആണല്ലേ. ഈ കിടക്കുന്ന പ്ലാന്റ്സ് ഒരു 95-99% നമ്മുടെ പ്ലാന്റ്സ് സെയിലുള്ളതല്ല. നമ്മളൊരു ഹോബി കളക്ടറും കൂടിയാണ്. നമ്മുടെ വരുന്ന കസ്റ്റമേഴ്സിനൊന്ന് ആകർഷിക്കാനും ഞങ്ങളിപ്പോ സെയിൽ മാത്രമല്ല, ഇപ്പൊ നമുക്ക് പ്ലാന്റ്സ് വളർത്താനും കൂടി ഒരു ഇതുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒരാഗ്രഹം, വാപ്പയും ഉമ്മയും ഞാനും. അപ്പോൾ പ്ലാന്റ്സ് കളക്ഷൻ അങ്ങനെ ഞങ്ങളുടെ ഒരു ഭാഗം. നഴ്സറി മെയിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഒരു കളക്ഷൻ കൂടി ഉണ്ട്. അതാണ് ഈ ഏരിയ. ഈ ഏരിയ പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ കളക്ഷന്റെ ഭാഗമാണല്ലേ. ഇവിടെ ഞാൻ വന്നപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്ത് ചെയ്ത് ആ കാണുന്ന ഈ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിൽ നെറ്റിൽ ഹോൾഡ് ചെയ്ത്, അത് സ്റ്റാഗ് ഹോൺ വെറൈറ്റി എന്ന് പറയും. സ്റ്റാഗ് ഹോൺ പ്ലാറ്റിസീരിയം എന്ന് പറയും. കോമൺ ആയിട്ട് സ്റ്റാഗ് ഹോൺ, അത് നമ്മുടെ മാന്റെ കൊമ്പ് പോലെ കിടക്കുന്നത്. അങ്ങനെ എനിക്ക് വന്നപ്പോ ഫീൽ ചെയ്തിരുന്നു. അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. സെയിലിനുള്ളതാണോ ഇവിടെ? ഇല്ല, ഇത് നമ്മുടെ കളക്ഷൻ. സെയിലുള്ള കംപ്ലീറ്റ് കഴിഞ്ഞു. ഇതിപ്പോ നമ്മുടെ കളക്ഷൻ മാത്രമേ ഉള്ളൂ. കളക്ഷനിലുള്ളതാണല്ലേ? ഓക്കെ. ഇത് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് കടന്നു വരുമ്പോൾ, പേൾ ഓർക്കിഡ്സ് ഈ കടന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ലുക്ക് പോകണം, നമ്മുടെ നോട്ടം പോണത് ഇവിടേക്ക് ആയിരിക്കട്ടെ. ഈ ഒരു സെക്ഷനേക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന സെക്ഷനൊക്കെ എന്നിട്ടാ ഇത് കംപ്ലീറ്റ് ആരോയിഡ്സ് വരുന്നതാ. ആന്തോറിയംസ്, ഫിലോഡെൻഡ്രംസ്, ആ ഒരു സെക്ഷൻ. അത് നമ്മള് ഒരു കുറച്ചാളായിട്ടുള്ള കളക്ഷൻ തുടങ്ങിയിട്ടുള്ളതാണല്ലേ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല നല്ല വെറൈറ്റീസും ഉണ്ട്. നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ്. അപ്പൊ അതിന്റെ ഒരു കളക്ഷൻ. ഇതൊന്നും സെയിലിനുള്ളതല്ല. ഇല്ല. ഇതിന് ചെറിയ ചെറിയ പീസുകൾ വേറെ സെയിലുണ്ടോ? ആയി വരുന്നുള്ളൂ. ഓക്കെ. ഇതെല്ലാം നമ്മുടെ ഓർക്കിഡിന്റെ മെയിൻ ആയിട്ട് ഓർക്കിഡ് സെക്ഷൻ. ഇത് എന്താണ്, എന്ത് പ്ലാന്റ് ആണ് ഇത്? ഹാങ്ങിങ് വാൻഡാസ്. വാൻഡ നമ്മുടെ കേരളത്തിന് ഫേവറബിൾ ക്ലൈമറ്റിന് പറ്റിയ പ്ലാന്റ്സ് ആണ്. കാരണം നമ്മുടെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, നമുക്ക് ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളും ഒരു കുറവില്ലാത്തതാണ്. അപ്പോൾ വാൻഡ പ്ലാന്റ്സ് എപ്പോഴും ഹൈ ഹ്യൂമിഡ് ടെമ്പറേച്ചർ അതിന് വേണ്ടത്. നല്ല റിസൾട്ടാ. ഇതും വേണ്ട തന്നെയല്ല? അതും വേണ്ട തന്നെയാണ്. അപ്പൊ നോക്കി നോക്കിയാൽ, നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ. ഇപ്പൊ ഫ്ലവറിംഗ് സീസൺ ആണ് ശരിക്കും. ഫ്ലവറിംഗ് സീസൺ, പക്ഷേ ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് നമുക്ക് ബഡ് ആകുമ്പോഴത്തേനും സെയിലായി പോവാണല്ലേ. അതുകൊണ്ട് ഫ്ലവർ ഉള്ളത് തീരെ കാണാൻ കുറവാണ് ഇവിടെ. ഓക്കെ. നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് എല്ലാം തന്നെ ഒരു ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ വാൻഡ എന്ന് പറഞ്ഞുള്ള ചെടികളാണ്. ഇത് കൂടുതൽ യെല്ലോസ് ആണെന്നുണ്ടല്ലേ? അല്ലല്ല, ഒരുപാട് കളേഴ്സ് ഉണ്ട്. വേറൊരു കളർ കാണും. ഇതും വാൻഡ തന്നെയാണോ? ഇതും വാൻഡ. ഇതൊരു മിനിയേച്ചർ വെറൈറ്റി വാൻഡ. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ.
ഇതൊക്കെ സെയിലുള്ള തന്നെയല്ലേ? സെയിലുള്ള. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ഒക്കെ വില വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലി വിളിച്ചു കഴിഞ്ഞാൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് നമ്മളതിന്റെ കാറ്റലോഗ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിത് ഈ സെക്ഷൻ മൊത്തം കണ്ട ബഡും കാര്യങ്ങളും വന്നിരിക്കുന്ന സെക്ഷനാണ് കേട്ടോ നമ്മുടെ വാൻഡയുടെ. നിങ്ങൾ നോക്കി തന്നെ കാണാൻ പറ്റും, എല്ലാത്തിലും ബഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഇതെല്ലാം റെഡി ടു സെയിലാണ്. റെഡി ടു സെയിലാണ് എല്ലാ പ്ലാന്റുകളും വരുന്നത് കേട്ടത്. ഇവിടെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഇതേ ആ ഒരു പോളി ഗാർഡനിലോ പോളി ഹൗസ് അല്ലേ, പോളി ഹൗസിലൊക്കെ ഓർക്കിഡുകൾ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ സെയിൽസ് ഡെൻഡ്രോബിയസ് ഒക്കെയാണ് അല്ലേ? ഡെൻഡ്രോബിയസിൽ തന്നെ പല പല കളേഴ്സ് വേണ്ട. അപ്പോൾ ഒരുവിധം എല്ലാം സെയിലിനുള്ള പ്ലാന്റ് ആണ്. ഇതൊന്നും കൂടിയും വലിയ പ്ലാന്റുകളാണല്ലോ അല്ലേ? അത് വെറൈറ്റി വ്യത്യാസമുണ്ട്. വാൻഡയിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് പ്ലാന്റ് സൈസും വ്യത്യാസം വരും. മെച്ചൂരിറ്റി ഒക്കെ സെയിം തന്നെ ആയിരിക്കും, എല്ലാം ബ്ലൂമിംഗ് സൈസ് തന്നെയാണ്. പക്ഷേ ഓരോ ഡിഫറെന്റ് വെറൈറ്റീസ് ആകുമ്പോൾ അതിന്റെ സൈസും വ്യത്യാസം വരില്ല. ഇതിന്റെ ബഡ് തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, ഒരു ഡിഫറൻസ് സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ബഡിന്റെ ആ സ്റ്റെമിന്റെ വണ്ണം ഇതൊക്കെ നോക്കി ചെറിയൊരു വ്യത്യാസം ഉണ്ട്. നല്ല ഇങ്ങനെ അത്തിരോട് വലിപ്പമുണ്ട്. ആയി വരുന്നുള്ളൂ, ബഡ് വലുതായി വരുന്നുള്ളൂ. അതെ, ബിരിയാണി ഇനി ടൈം എടുക്കും. ഇനി നമുക്ക് ഏത് സെക്ഷനെ കാണാനുള്ള? നമുക്ക് അതിലേ പോകാം. ഓക്കെ. അപ്പോൾ എന്താവശ്യങ്ങൾക്കും നമ്മുടെ പേൾ ഓർക്കിഡ്സിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആവശ്യക്കാർ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. നല്ല ഭയങ്കര ഭംഗിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുള്ളി നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു ഇതൊരു മിനിയേച്ചർ ടൈപ്പാണ്. ഇത് ഹോബി കളക്ടേഴ്സ് കൂടുതലും നോക്കണ ഒരു വെറൈറ്റിയാണ്. ആസ്കോസെൻഡ്രം ആംബുലാക്കം ആൽബ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഓക്കെ. ഇത് ഇപ്പൊ കുറച്ച് നാളത്തേക്ക് ഫ്ലവർ ചെയ്താണത്. ആണല്ലോ. ഓക്കെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണല്ലോ ഫ്ലവർ. ഇത് കംപ്ലീറ്റ് വിരിയാനുള്ളതാണ്. ഇത് ചുറ്റും ഫ്ലവേഴ്സ് ആയിരിക്കും. ബഡ്ഡുകൾ ഇനിയും വരുന്നുണ്ട്. ഇത് ചുറ്റും ഫ്ലവേഴ്സ് ആയിരിക്കും. ഈ ക്ലസ്റ്ററിൽ നിറച്ച് ഫ്ലവേഴ്സ് ആയിരിക്കും. ശരിക്കും ഫ്ലവേഴ്സ് പൊതിഞ്ഞ് നിൽക്കും. ഇത് ഭയങ്കര ഭംഗിയായിരിക്കും. ഈ ഒരു സെക്ഷൻ മൊത്തം അതിന്റെയാണോ? അല്ലല്ല, ഈ ഒരു പ്ലാന്റ്സ് നമ്മൾ വേറെ ഇട്ടുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് എന്നിട്ട് ഇത് ഭയങ്കര ഇത് ഫിലോഡെൻഡ്രത്തിന് വേണ്ടതാ ആണല്ലേ? ഓക്കെ. ഇത് സെയിലിനല്ല? സെയിലിനുള്ള പ്ലാന്റ് ഉണ്ട്, നമുക്കുണ്ട്. ചെറിയ പ്ലാന്റ്സ് ഉണ്ട് സെയിൽ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം പ്ലാന്റ്സ് ആണ് കേട്ടോ. പല പല സെക്ഷൻസ് ആയിട്ടാണ് പേൾ ഓർക്കിഡ്സിനും അതുപോലെ മറ്റു പ്ലാന്റ്സിലും തിരിച്ചുള്ളത്. കാറ്റ്ലിയ വെറൈറ്റി. കാറ്റ്ലിയ. ഓക്കെ. ഇതിന്റെ ഫ്ലവറിംഗ് ആയിട്ടില്ല അല്ലേ? ഇതൊക്കെ ഫ്ലവർ ആയത് സെയിലായി പോയതാണ്. ആണല്ലേ? പിന്നെ ഫ്ലവറിംഗ് ഫ്ലവർ ആവണം, നമുക്ക് ബഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് സെയിലായി പോകും. എത്ര ദിവസം നിൽക്കും ഫ്ലവർ? കാറ്റ്ലിയ ഫ്ലവേഴ്സ് ലാസ്റ്റിംഗ് കുറവാണ് കമ്പയർഡ് ടു ബാക്കി ഓർക്കിഡ്സ്. കാറ്റ്ലിയയുടെ ഫ്ലവേഴ്സ് ലാസ്റ്റിംഗ് വളരെ കുറവാണല്ലേ? വലിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 10 days, ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കിട്ടും. കൂടുതൽ ദിവസം നിൽക്കും അല്ലേ? ഓക്കെ. ഡെൻഡ്രോബിയൊക്കെ ഒരു മാസം വരെ ഡെൻഡ്രോബിയൊക്കെ ലാസ്റ്റ് ചെയ്യും. നമ്മളോട് ഫ്ലവർ ചെയ്തപ്പോൾ അങ്ങനെ ഒരു മാസത്തോളം നമുക്ക് ആ ഫ്ലവർ അങ്ങനെ കിട്ടിയിരുന്നു. ഒരു മാസം അതിൽ കൂടുതലും കിട്ടും നമുക്ക് ഡെൻഡ്രോബി. ഓക്കെ. അപ്പോൾ തന്നെ നോക്കി എന്ത് ഭംഗിയായിട്ടാണ് അറേഞ്ച് ചെയ്ത്. അങ്ങനെ നമ്മൾ പൈപ്സും കാര്യങ്ങളൊക്കെ കെട്ടി അതിനെ ഹാങ് ചെയ്ത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ചെയ്തിരിക്കുന്ന. വർക്ക് തന്നെ നല്ല ഭംഗിയുണ്ട്. അധികം പേരും ചെയ്ത് കാണാത്തൊരു തരം മെത്തേഡാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതെല്ലാം വരുന്ന കസ്റ്റമേഴ്സിനെ നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങാവുന്ന പ്ലാന്റാണ് ഈ സെക്ഷനിലൊക്കെ വെച്ചിരിക്കുന്നത് അല്ലേ? മിക്സ് ആയിട്ട് ഇതിന്റെ പല കളർ വെറൈറ്റിക്കും പല വിലകളാണോ? അങ്ങനെയാണോ? ഡെൻഡ്രോബിയം കൂടുതലും നമ്മൾ ഓരോ വെറൈറ്റി അനുസരിച്ച് കളർ വ്യത്യാസം വരും, പ്രൈസിങ് വ്യത്യാസം വരും. ഇപ്പൊ നമ്മള് പ്ലാന്റ്സ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിലും ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ് കംപ്ലീറ്റ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. ടാഗ് പ്ലാന്റ്സിന്റെ വെറൈറ്റി ടാഗിന്റെ പ്രൈസ് എല്ലാം ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ കാറ്റലോഗ് നോക്കിയിട്ട് ഇപ്പൊ വരുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് അതിൽ നോക്കി ജസ്റ്റ് പ്ലാന്റ് തിരഞ്ഞെടുക്കാം. അവർക്ക് നോക്കി അറിയാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ മറ്റേ ഇത് പ്ലാന്റിന്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പല പല സൈസിലുണ്ട്. ഓരോ വെറൈറ്റി അനുസരിച്ച് സൈസ് വ്യത്യാസം വരും. ഇപ്പൊ നമ്മളിവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇതിന്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഇതുമേ ലാബിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ലാബിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ടാഗ് ഉണ്ട്, പ്രൈസും ഉണ്ട്. അതെ. അപ്പൊ ഇത് ഏത് വെറൈറ്റിയാ? ഇത് ഡെൻഡ്രോബി തന്നെ. ഇത് ഡെൻഡ്രോബി തന്നെ യെല്ലോയില് ബ്രൗൺ ലിപ്പ് വരുന്നതാണല്ലേ? ഓക്കെ. ശരിക്കും ഫ്ലവറിങ് കുറച്ചുകൂടി നല്ല ഫ്ലവേഴ്സ് ഉള്ള സെയിലായി പോയതാണ്. കംപ്ലീറ്റ് വലിയ ബഞ്ചായിട്ട് തന്നെ വരും ആണല്ലേ? ഓക്കെ. നമ്മൾ കൂടുതൽ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് കൂടുതൽ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ ഗ്രോ ചെയ്ത് ഫ്ലവർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണല്ലേ? ഓക്കെ. ഇതെല്ലാം ഏത് വെറൈറ്റിയാ? ഇത് ഡെൻഡ്രോബി തന്നെ കുറച്ചുകൂടി വലിയ പ്ലാന്റ്സ്. ഇപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചേക്കണം. കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ മെയിനായിട്ട് റിപ്പോർട്ടിങ്ങിന് ഉപയോഗിക്കുന്നത്
കൊക്കോ ചിപ്സ്, കരി. ഈ ഒരു മിക്സറിൽ നമ്മൾ കരിക്കട്ട അല്ലേ, കരിക്കട്ട, ചെറിയ കരിയുടെ പീസസ് ഇതിൽ റീപോർട്ട് ചെയ്തിട്ട് നമ്മൾ വലിയ പോട്ടിലോട്ട് മാറ്റും. പ്ലാന്റ്സിന്റെ അപ്പിയറൻസ് തന്നെ മാറും, കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. നല്ല വലിയ പ്ലാന്റ്സിന് കുറച്ചുകൂടി ഫ്രഷ് ലുക്ക് കിട്ടും അല്ലേ. ഫ്ലവറിംഗ് അതനുസരിച്ച് ഓർക്കിഡ് എത്ര രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ മെയിനായിട്ട് ചെറിയ പ്ലാന്റുകൾ 100 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണത്. തൈകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 100 രൂപ തൊട്ടാണ്. ഈ വരുന്ന സെക്ഷനിൽ നമുക്ക് ഡെൻഡ്രോബിയം, വാൻഡ, പിന്നെ കാറ്റ്ലിയാസ് ഉള്ളത്. ഇത് നമ്മുടെ ഗ്രോയിങ് ഏരിയ ആണ്. ചൂട് കാരണമാണ് കുറച്ചുകൂടി ഇരുട്ട് തോന്നണത്. അതെ, കുറച്ച് ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ഇതിന് ലൈറ്റ് കൊടുക്കാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യത്തെ ചൂട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ നമുക്ക് കൺട്രോൾ ചെയ്യാനതിന്റെ അപ്പുറം അതിന് കൂടുതൽ ഷെയ്ഡ് കൊടുത്തേക്കും. എന്നിട്ടും പ്ലാന്റ്സിന് ക്ഷീണം മാറണില്ല. നമ്മൾ 2 നേരം 3 നേരം ഒക്കെ നനയ്ക്കുന്നുണ്ട്, പക്ഷേ എക്സ്പെക്ട് ചെയ്യാത്ത ചൂടാണ് ഈ വർഷം വന്നേക്കണത്. ഇതൊക്കെ ഡെൻഡ്രോബിയൻസ് അല്ല നമുക്ക് വരുന്നത്? കംപ്ലീറ്റ് ഡെൻഡ്രോബിയൻസിന്റെ സെക്ഷൻ ആണ്. ഇതൊരു പിസ്ത ഗ്രീൻ ആണല്ലോ. അതൊരു സീസറിൽ വെട്ടതാ, ഗ്രീൻ സീസർ എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു ഭംഗിയുള്ള ഒരു ഫീലാണ്. പച്ചയുടെ ഒപ്പം തന്നെ പച്ച അല്ലേ, ലീഫും ഫ്ലവറും ഒക്കെ പച്ചയാണ് കേട്ടാ. പിന്നെ ഇത് ഒരുപാട് വെറൈറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. ആ സൈഡിൽ ഒരു വെറൈറ്റി കാണുന്നുണ്ട്, കാറ്റ്ലിയ. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. അതെ, അതുപോലെ തന്നെ മൊക്കാറസിന്റെ നല്ലൊരു വാൻഡാസ്. വാൻഡും മൊക്കാറൊക്കെ ഏകദേശം ഒരേ ഒരു ഇതൊരു എയറിൽ നിക്കണല്ലേ പ്ലാന്റ്. നമുക്ക് അങ്ങനെ മറ്റേ കരിക്കട്ട വളമൊന്നും വേണമെന്നൊന്നും ഇല്ലെന്നുണ്ട്. നമ്മുടെ ക്ലൈമറ്റ് നല്ല ഹ്യൂമിഡിറ്റി ഉള്ളതുകൊണ്ട് ഇത് ഹ്യൂമിഡിറ്റി അത്യാവശ്യം അതിന് കിട്ടും. ആണല്ലേ, ഓക്കെ. ഇത് നോക്കി നിങ്ങൾ, ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് കേട്ടോ കാണുന്നത്. ഇത് അത്യാവശ്യം നല്ല ഫ്ലവറിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ. നല്ലൊരു ഫ്രീ ഫ്ലവറിംഗ് വെറൈറ്റി ആണല്ലേ. ഇത് എല്ലാം തന്നെ സെയിലിനുള്ളതല്ലേ? എല്ലാം തന്നെ സെയിലിനുള്ളതാണ് ഒരുവിധപ്പെട്ടത്. ഇത് നോക്കി നോക്കി, ഇത് ഭയങ്കരമായിട്ടുള്ള ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ്. നമ്മളധികം അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് എന്താണ് ഈ പ്ലാന്റിന്റെ പേര്? വാൻഡയിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ്. റെപ്പിപ്പത്ത് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണിത്. ഇത് ഫ്രീ ഫ്ലവറിംഗ് ആണ്. നമുക്ക് ഫ്ലവറിംഗ് ബാക്കിയുള്ള നോർമൽ വാൻഡാസിനേക്കാളും ഫ്രീക്വൻസി കൂടുതൽ ആണല്ലേ. ഓക്കെ, ഇത് വർഷത്തിൽ ഒരു 5-6 പ്രാവശ്യം ഫ്ലവറിംഗ്. ഈ ഒരു സെക്ഷൻ മൊത്തം അതാണോ? അല്ല, ഈ വെറൈറ്റി പല പല വെറൈറ്റീസ് മിക്സ്ഡ് ആണ്. ആണല്ലേ, ഓക്കെ. നോക്കി നോക്കിയേ, ഇതെല്ലാം ബ്ലൂം ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുന്ന ഒരു സെക്ഷനാണ് കേട്ടോ. ഇവർ അറേഞ്ച്മെന്റ്സ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അടിപൊളിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല, ഇത് നമ്മൾ തന്നെ ചെയ്തെടുക്കുന്ന പരിപാടിയാണ്. ഈ കമ്പിയൊക്കെ കെട്ടി അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒപ്പം വരുന്നതാണ്. തന്നെ വരുന്നതാണ്. ഓക്കെ. നമ്മളല്ലാണ്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. ഇതിപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തായ്ലാന്റ് നഴ്സറിയിലൊക്കെ പോയൊരു ഫീലാണ് നമുക്ക്. ശരിക്കും നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ഭംഗിയിൽ കിട്ടണമെന്നൊന്നും അറിയില്ല. കാരണം ഇവിടെ വരുമ്പോൾ ഇവരുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കണ സമയത്തൊരു നമ്മൾ പുറത്തൊക്കെ വിദേശത്തൊക്കെ പോയിട്ട് നമ്മൾ ഓർക്കിഡ് ഫാം അങ്ങനെയൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു ഫീലാണ്. നമ്മൾ പോയിട്ടില്ല, പക്ഷേ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. നോക്കിയൊക്കെ, ഇതൊരു വെറൈറ്റി ആണല്ലേക്കാ? അതൊരു നല്ല വെറൈറ്റി ആണത്. അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റിംഗ് ഒക്കെ ഡബിൾ ഷെയ്ഡ് വരുന്നതാണത്. ആണല്ലേ, ഓക്കെ. നല്ല പ്രിന്റഡ് വെറൈറ്റി ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ് ആണ്. തന്നെ വേറൊരു കളർ ചേഞ്ച് ചെയ്ത് കാണുന്നത്, ഷെയ്ഡ് വ്യത്യാസമുണ്ട്. ഇതിന്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ അടുത്തുണ്ട്, അവൈലബിൾ ആണല്ലേ. പ്രൈസ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മൾ പേഴ്സണലി വിളിച്ചിട്ടുണ്ടെങ്കിൽ പേൾ ഓർക്കിഡ്സ് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇതെല്ലാം ബഡും കാര്യങ്ങളൊക്കെ വന്നുള്ള വെറൈറ്റികളാണ്, പ്ലാന്റുകളാണ്. പിന്നെ ഈ ഹാങ് ചെയ്തിട്ടിരിക്കുന്നത് ഏതാ? അത് കാറ്റ്ലിയാസ് ആണല്ലേ. കാറ്റ്ലിയാസ് നമുക്ക് ഈ സൈഡിൽ കൂടെ പോയിട്ട് അങ്ങനെ കാണാം കേട്ടോ. കാറ്റ്ലിയാസ് ഒക്കെ സെയിലിനുള്ളത് തന്നെയല്ലേ? എല്ലാം സെയിലിനുള്ളതാണ്. നോക്കി നോക്കിയാൽ അമ്മാതിരി ലുക്കിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഈ സൈഡ് മൊത്തം ഇതാവുമ്പോൾ നമ്മൾക്ക് വെയില് മസ്റ്റ് ആണല്ലോ വേണ്ടത്. ലൈറ്റ് ആണ്, വെയിലല്ല. വെയില് ഡയറക്റ്റ് പറ്റില്ല. വെളിച്ചം ലൈറ്റ് വേണം. ലൈറ്റ് ഓരോ പ്ലാന്റിനും ഓരോ പെർസെന്റേജ് വ്യത്യാസമുണ്ട്. ആണല്ലേ, ഓക്കെ. ഇപ്പൊ വാൻഡയ്ക്കുള്ള ലൈറ്റ് അല്ല ഡെൻഡ്രോബിയം കാറ്റ്ലിയക്കും വരുന്നതല്ലേ. ഓക്കെ, നിങ്ങൾ അങ്ങോട്ട് ഡയറക്റ്റ് നോക്കി നോക്കിയാൽ ഇവരുടെ മറ്റേ റിസപ്ഷൻ സെക്ഷനിൽ മറ്റേ ബോഗൺവില്ലാത്ത ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതുണ്ടാ. അമ്മാതിരി ലുക്കാണ് കേട്ടോ. ഡയറക്റ്റ് വരുമ്പോൾ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ പൂക്കൾ പോയതാന്ന് എനിക്ക് പറയണേ അല്ലേക്കാ? ഇത് ആക്ച്വലി ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയ 2 വീഡിയോസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നോക്കി കറക്റ്റ് അറിയാൻ പറ്റും അതിന്റെ ഭംഗി. പക്ഷെ ഇത് ഉണങ്ങിപ്പോയി നമ്മൾ വന്നത് ലേറ്റ് ആയി വീണ്ടും. ഇതല്ല നമ്മൾ പറഞ്ഞ കാറ്റ്ലിയ വെറൈറ്റി. ഇത് ഒരെണ്ണം എടുത്തോണ്ട് കുഴപ്പമില്ല. ഇല്ല. ഓക്കെ, ഇതാണ് കാറ്റ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് കേട്ടാ. നല്ല അടിപൊളി വലിയ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്, പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ്. ഒരുപാട് ഇവിടെ സെയിലാണ് കേട്ടോ. ഈ ഒരു സെക്ഷൻ മൊത്തം കാറ്റ്ലിയാണ്. ഇങ്ങനെ റൗണ്ടിൽ മൊത്തം ചെയ്തിരിക്കുന്നത് കാറ്റ്ലിയുടെ സെക്ഷനാണ് കേട്ടോ. അടിപൊളി. ഇതിന്റെ ഉള്ളിലേക്ക് ആൾക്കാർക്ക് വരുന്നോണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഗ്രോയിങ് ഏരിയ ആണ്. നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് കയറ്റാറില്ലല്ലോ. കൺട്രോൾഡ് ആയിട്ടുള്ള ഏരിയ. നമ്മള് പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്ന ഏരിയ ആണ്. ഇപ്പൊ നമ്മള് കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത് കാണിച്ചു പ്ലാന്റ്സ് കംപ്ലീറ്റ് നമ്മൾ സെയിലൊക്കെ പുറത്തുണ്ടാവും. ഓക്കെ, കഴിയുന്നതിനനുസരിച്ച് ഇവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോകും.
അതെ അതെ ആണ്. അങ്ങനത്തെ ഒരു അറേഞ്ച്മെന്റ് ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ, ഇപ്പൊ ഇത്രയ്ക്കധികം നമ്മൾ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ? ഓക്കെ. അപ്പോൾ ഇത് പേൾ ഓർക്കിഡ്സിൻ്റെ അടുത്ത സെക്ഷനാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ട് ഭയങ്കര ഒരു കൂളിംഗ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു എക്സോസ്റ്റ് ഫാൻ കാര്യങ്ങളും സകല വക സെറ്റപ്പ് ചെയ്തിട്ടാണ് ഇവിടെ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. നമ്മൾ പുറത്ത് കണ്ട പ്ലാന്റിനേക്കാളും ഭയങ്കര ഒരു ഫ്രഷ് ഫീൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഫ്രഷ് ഫീൽ നമുക്ക് ഉണ്ട് കേട്ടോ. നോക്കി നോക്കിയാൽ ഇതെല്ലാം ഏത് പ്ലാന്റ്സ് ആണ്? ഡെൻഡ്രോബിയം തന്നെയാണ് കൂടുതലും ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് അല്ലേ? ഓക്കെ. ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ കൂടുതൽ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ നമുക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിവിടെ മൊത്തത്തിൽ പേൾ ഓർക്കിഡ്സിൽ വരുമ്പോൾ ഫ്ലവേഴ്സ് കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത്യാവശ്യം നല്ല സെയിലും ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ കാണുമ്പോൾ ആൾക്കാർ അത് പെട്ടെന്ന് മേടിച്ചു കൊണ്ട് പോകും. പറഞ്ഞ കസ്റ്റമേഴ്സ് ഏറ്റവും അധികം ഫ്ലവറുള്ള പ്ലാന്റ് ആണ് മേടിച്ചുകൊണ്ട് ഫ്ലവറിംഗ് ആക്കി ആയി വരുന്ന ഒരു പ്ലാന്റ്സ് ആണ്. കണ്ട ഇതൊക്കെ ഡെൻഡ്രോബിയം തന്നെയല്ലേ വരുന്നത്? ഡെൻഡ്രോബിയം തന്നെ. ഡെൻഡ്രോബിയത്തിൻ്റെ നിങ്ങൾക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാന്റ് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ മേടിച്ചുകൊണ്ട് പോവാട്ട. അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ്സ് ഒക്കെയാണ്. പ്ലാന്റിൻ്റെ വലുപ്പത്തിനനുസരിച്ചും എല്ലാത്തിനനുസരിച്ചും വെറൈറ്റി അനുസരിച്ചൊക്കെ പ്രൈസ് മാറും. വെറൈറ്റിയിൽ പ്രൈസ് മാറും. പിന്നെ വെറൈറ്റി ഇത് ഓരോന്നും കോമൺ ആയിട്ട് ഒറ്റ പ്രൈസിങ് തന്നെ ആയിരിക്കും. സ്പെഷ്യൽ വെറൈറ്റീസ് ആകുമ്പോൾ റേറ്റ് കൂടുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒരു റേറ്റ് തന്നെയാണ്. ഓക്കെ. കണ്ട എല്ലാം നല്ല ഫ്ലവർ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സെക്ഷനിൽ. എല്ലാത്തിനും പേര് നമ്മൾ ചോദിക്കുന്നില്ല. ഒരുവിധപ്പെട്ട ഓർക്കിഡ് ലവേഴ്സിന് എല്ലാത്തിനും ഈ ഒരു ഫ്ലവർ കാണുമ്പോൾ തന്നെ ഏറെക്കുറെ പേരുകളും കാര്യങ്ങളും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു വെറൈറ്റിയുടെ പേര് എന്താണ് വരുന്നത്? ഇത് നമുക്ക് ബ്ലൂ വെറൈറ്റി എന്ന് പറഞ്ഞാൽ വന്നേക്കണത് ആണല്ലേ? ഓക്കെ. നമുക്കിപ്പോ തായ്ലൻഡിലാണെങ്കിൽ ഒരുപാട് ഫാമുകൾ ഉണ്ടാവും. ഓക്കെ. ഇപ്പൊ അവര് ഓരോരുത്തരും ഓരോ പേരായിരിക്കും ഇടുന്നത്. നമുക്ക് കിട്ടുന്ന പേരായിരിക്കില്ല തൊട്ടപ്പുറത്ത് വേറെ ഇത് ഇമ്പോർട്ടന്റ് ഇവർക്ക് കിട്ടുന്നത് വരുന്നതല്ലേ? ഓക്കെ. ഇപ്പൊ അവിടുത്തെ അവര് തരുന്ന പേരനുസരിച്ച് ഇപ്പൊ ഹൈബ്രിഡ്സ് ഒരുപാട് പുതിയ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുതോറും ആ പേരുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അതെ, ഇതൊക്കെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിലാണ് ഇത്രയധികം ഫ്ലവർ ചെയ്ത് നിൽക്കുന്നുണ്ട്. ഒരുപാട് വെയിൽ ഇങ്ങോട്ട് കിട്ടുന്നില്ലെങ്കിൽ കൂടിയും നമുക്ക് അത്യാവശ്യം ഫ്ലവറിങ് ഇവിടെ കിട്ടുന്നുണ്ട്. വെയിൽ ഇപ്പൊ കുറവ് കൊടുത്താണ് നമ്മുടെ ഇപ്പോഴത്തെ ചൂടിന്റെ അവസ്ഥയിൽ വെയിൽ കൊടുക്കാൻ പറ്റില്ല. നമ്മള് പ്ലാന്റ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ മഞ്ഞച്ച് പോകുന്ന ഈ വർഷം നമ്മള് പ്രതീക്ഷിക്കാത്ത ചൂടാണ്. ഷെയ്ഡ് കൂടുതൽ കൊടുത്തു വെച്ചേക്കണാണ്. അപ്പൊ ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ ലൈറ്റ് കിട്ടുന്ന കാരണം ഇവിടെ മാത്രം ഫ്ലവർ വെച്ചിരിക്കുന്നതാണ്. ബാക്കിയുള്ളടത്ത് കുറച്ചുകൂടി ഇരുട്ടായിരുന്നു ഫ്ലവറിങ് അങ്ങനെ കിട്ടിയില്ല. നമുക്ക് ആ ഒരു സെക്ഷനിലേക്ക് പോയാൽ അങ്ങോട്ട് പോകാം. അത്യാവശ്യം നല്ല അറേഞ്ച്മെന്റ്സ് ആണ് എനിക്ക് പേൾ ഓർക്കിഡ്സിൽ വന്നപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടത്. എല്ലാം നല്ല രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്തതാണ്. പിന്നെ ഇവരെ പല സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇക്ക തന്നെ പറഞ്ഞിരുന്നു, പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പ്ലാന്റ് ആ ഒരു അറേഞ്ച്മെന്റ് ഇല്ലാണ്ടാണ് വെച്ചേക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് മെയിൻ്റെനൻസ് വർക്ക് വന്ന കാരണം കൊണ്ട് തന്നെ പണി നടക്കാൻ അത്ര നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത് തന്നെ നമുക്ക് ഫുൾ ടൈം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഈ സെക്ഷൻ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം മുൻകൂട്ടി പറഞ്ഞു വെച്ചതാണ് കേട്ടോ. ഇതെല്ലാം ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ്. മിനിയേച്ചർ ആയിട്ടുള്ള ഡെൻഡ്രോബിയൻ സെക്ഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഞാനൊരു ഉദാഹരണത്തിന് പ്ലാന്റ് കാണിച്ചിരുന്നേ. ഇത്രയ്ക്ക് വലിപ്പമുള്ള കേട്ടോ പ്ലാന്റുകൾക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫ്ലവർ ചെയ്ത ഒരു പ്ലാന്റ് നോക്കി നോക്കിയാൽ ഇത് നമ്മുടെ മറ്റേ വലിയ ഡെൻഡ്രോബിയത്തിന്റെ ആ റേറ്റ് ആണ്, അല്ലെങ്കിൽ അതിനാണ് കുറവ് റേറ്റ് വരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്കമാരുടെ ഇക്കയുടെ മോനാണ് കേട്ടോ ഈ കാണുന്നത്. അവൻ്റെ പേരെന്താ? ഇഹാൻ. ഓക്കെ. ഇതെല്ലാം നമുക്ക് ഇവിടെ വരുന്ന ഇത് സീഡ്ലിങ്സ് ആണ്. ഇത് എന്നിട്ടൊരു നീല കളർ ഒരു ഡ്രോപ്പ് സാഫ് അടിക്കുന്നതാണ്. നമ്മൾ റെഗുലർ ആയിട്ട് മരുന്ന് കറക്റ്റ് ആയിട്ട് കൊടുക്കും. ഓക്കെ. ഇപ്പൊ സാഫിന്റെ കളറാണ് ബ്ലൂ കളർ കാണുന്നത്. ഇത് എന്തിട്ട മെത്തേഡ് പുള്ളിക്കാരൻ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഇത് നമുക്ക് പ്ലാന്റ്സ് ഹാങ് ചെയ്യാനായിട്ടാണ്. മിനിയേച്ചർ ഓൺസിഡിയംസ് തുളുമിനിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആണിത്. തുളുമിനിയ. ഓക്കെ. ഈ വെറൈറ്റി നമ്മളിത് ഹാങ് ചെയ്തിടുന്നതാണല്ലേ? നമ്മള് ഇത്ര നാൾ ട്രയല വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ ചൂട് കാരണം തിങ്ങി നിൽക്കണ കാരണം കുറച്ചും കൂടി ഗ്യാപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മള് ചെറിയ കമ്പിട്ട് ഹാങ് ചെയ്ത്. ഒരുപാട് വലുതാവുന്ന ഇത് മിനിയേച്ചർ, ഇത് ഇത്ര വരുള്ളൂ. ഇതിൽ തന്നെ ഫ്ലവർ ഇത് ഫ്ലവറിംഗ് സൈസ് ആണിത്. ഇത് ഭയങ്കര ഒരു വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കോൺടാക്ട് ചെയ്താൽ. നിങ്ങൾ കൊറിയർ പരിപാടി ചെയ്യുന്നുണ്ട്? ഓൾ ഓവർ ഇന്ത്യ കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം. ഇത് എന്നിട്ട് മൊക്കാറയാണോ? ഇത് മൊക്കാറ വെറൈറ്റീസ്, മൊക്കാറസിന്റെ വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. ഇതെല്ലാം സെയിലിനുള്ള പ്ലാന്റ് ആണ്. ഇതെല്ലാം കണ്ട സെക്ഷൻ ആക്കി തിരിച്ചിട്ട് ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം റെഡി ടു സെയിലാണ്. ഇതിന്റെ ഫ്ലവർ കളർ ഒക്കെ ഇതുമ്പോൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പ്ലാന്റ്സ് എല്ലാം ടാഗ്ഡ് ആണ്. ഓരോ പ്ലാന്റ്സും ടാഗ്ഡ് ആണ്. എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു പ്ലാന്റ് നോക്കി കഴിഞ്ഞാൽ അതിന്റെ കളർ ഏതാണ്, പ്രൈസ് കൊടുത്തിട്ടുണ്ടാവും. നമ്മളതെല്ലാം ഫോക്കസ് ചെയ്ത് അങ്ങനെ കാണിക്കുന്നില്ല. ഇത് വേണ്ട എല്ലാം ഇത്രയൊക്കെയാണ് ഇതിന്റെ സെക്ഷൻ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയിലാണ് ഇവർ അറേഞ്ച് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോയാലോ?
അപ്പോൾ ഈ വരുന്നൊരു സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റുകളുടെയൊക്കെ ഒരു സെക്ഷനാണ് കേട്ടോ ഈ വരുന്ന ഇൻഡോർ പ്ലാന്റിന്റെ സെക്ഷൻ അല്ലേ അത് ക്രോട്ടൺ വെറൈറ്റീസാ ആണല്ലേ. ഓക്കെ, ഇത് നമ്മുടെ വീടിന്റെ വേലിയിലൊക്കെ പണ്ട് ഇങ്ങനത്തെ ഒരു കളർ ടോൺ ഇതിന്റെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ ഈ കാണുന്നത്. നല്ല റൗണ്ട് ഷേപ്പില് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത്. ഇതെല്ലാം തന്നെ സെയിലിനുള്ള പ്ലാന്റ് അല്ലേ? അതെല്ലാം സെയിലുള്ള പ്ലാന്റ്സും ഉണ്ട്, അല്ലാണ്ട് നമ്മുടെ കളക്ഷൻ ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. നല്ല ഭംഗിയിലാണ് സംഭവം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് പോകുന്ന ടൈമിൽ മൊത്തം നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര കളർഫുൾ ഉണ്ട് ഈ പ്ലാന്റുകൾ. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ അറേഞ്ച്മെന്റ്സും നല്ല രീതിയിൽ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ ഇത് ഏത് പ്ലാന്റ് വരുന്നത്? ഇത് അഗ്ലോണിമ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഇലച്ചെടികളാണ്. ഇതൊക്കെ ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് വെക്കാൻ പറ്റും. ഇൻഡോർ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഔട്ട്ഡോർ ആയിട്ട് വെക്കാം അല്ലേ? ഒരുപാട് സൺലൈറ്റ് വേണ്ട, സൺലൈറ്റ് അധികം വേണ്ട. പഴുത്തു പോകാൻ ചാൻസ് ഉണ്ടല്ലോ. എല്ലാം വലിയ പ്ലാന്റ്സ് ആണ്. ഇപ്പൊ നല്ല നല്ല ഗാർഡൻ സെറ്റപ്പ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ഒന്നും നോക്കണ്ട, ഡയറക്റ്റ് കൊണ്ട് വെക്കാം. ഒരുവിധ വലിയ പ്ലാന്റ്സ് നമ്മുടെ കളക്ഷനാണ്. ഒരുവിധപ്പെട്ട എല്ലാ വെറൈറ്റിയുടെയും വലുതും ചെറുതായിട്ടുള്ള എല്ലാ പ്ലാന്റ്സും ഇവരുടെ കയ്യിൽ സെയിലുണ്ട്. നിങ്ങൾ നോക്കി നോക്കിയാൽ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് പ്ലാന്റുകൾ വെച്ചിട്ട് നല്ല കളർഫുൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല റെഡ് ലീഫോട് കൂടിയ ഇപ്പോൾ അഗ്ലോണിമേല ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. നോക്കി നോക്കിയാൽ അടിപൊളിയാണ് സെക്ഷൻ. ഇത് എന്നിട്ട് സംഭവം അത് ഫെലനോപ്സിസിന്റെ വെറൈറ്റി വരുന്നതാണ്. അത് ഫ്ലവേഴ്സ് നോർമൽ ഫെലോസിന്റെ ഫ്ലവേഴ്സ് ആയിരിക്കില്ല, സ്പീഷീസിന്റെ വരുന്നതാണ്. ഓക്കെ, ഒരു പലകയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മരത്തിലെ കൂടുതലും കുറച്ച് നന്നാവണം നമുക്ക്. ഓക്കെ, ഇതൊക്കെ ചെറിയ ഇതൊക്കെ സെയിലിനുള്ള വെറൈറ്റീസ്. പിന്നെ ഇത് എന്നിട്ട് ഈ കാണുന്ന ഈ ഒരു റെഡ് കളർ പ്ലാന്റ് നമുക്ക് ചെറിയൊരു ഗ്ലൈർ വരുന്നുണ്ട് ഇവിടെ. ഇതേതാ? ഇതൊരു കാക്ടസിന്റെ ഇതിൽ പെട്ടതാണ്. ഇതൊക്കെ ഉമ്മച്ചിയുടെ സെക്ഷൻ ആണല്ലോ ശരിക്കും. ഉമ്മാടെ ഇതിൽ പെട്ടതാണ്. ഓർക്കിഡ്സിലാണ് ആള് നോക്കുന്നിട്ടാ. ഇത് അഗ്ലോണിമേല് വരുന്ന പ്ലാന്റിനാണ്. ഇത് അഗ്ലോണിമയുടെ അല്ല, വേറെ ഏതോ എനിക്ക് കറക്റ്റ് വെറൈറ്റി ആണ്. ഓക്കെ, ഇതെല്ലാം സെയിലിനുള്ള, ഇതൊക്കെ ഒരു മീഡിയം സൈസ് ആണ് കേട്ടോ. ഇതെല്ലാം സെയിലിനുള്ള പ്ലാന്റ് ആണ്. മറ്റേതൊക്കെ അവരുടെ മദർ പ്ലാന്റ്സിന്റെ സെക്ഷനിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു സെക്ഷൻ അടിപൊളിയാണ്, സൂപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. പിന്നെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോഴേ ഒരു പ്ലാന്റ് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തിരുന്നു. ഈ ഒരു കാണുന്ന ഒരു സെക്ഷൻ, ഇതിന്റെ പേരൊക്കെ അറിയാൻ പറ്റും? ഇത് ഡിസ്റ്റീഡിയ ഡ്രാഗൺ ജൈഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഡിസ്റ്റീഡിയ അല്ലേ? ഇത് ഡിസ്റ്റീഡിയ ഡ്രാഗൺ ജൈഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ശരിക്കും കാണാൻ ഒരു കുരുമുളക് പോലെ ഉണ്ടാവും. അതെ അതെ, അതാണ് അതിന്റെ ലീഫ്. ഓക്കെ, അത്യാവശ്യം പ്രൈസ് വരുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം പ്രൈസ് ഉണ്ട്, ഭയങ്കര സ്ലോ ഗ്രോത്ത് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് വേണ്ട, നിങ്ങൾക്ക് ഇതിന്റെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റിൽ ഇരിക്കുന്ന സെക്ഷനിൽ നിങ്ങൾക്ക് ആ പ്ലാന്റ് മേടിക്കാൻ പറ്റും. ഇത് നമ്മൾ ഇക്കയുടെ അടുത്ത് ചോദിച്ച സമയത്ത് അത്യാവശ്യം റേറ്റ് ഇക്ക നമ്മുടെ അടുത്ത് പേഴ്സണലി നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു. അത്യാവശ്യം നല്ല വില വരുന്ന പ്ലാന്റ് ആണ്, പക്ഷെ അതിനുള്ള ഗ്രോത്ത് സ്ലോ ആയതുകൊണ്ട് തന്നെയാണ് അതിനത്ര ഡിമാൻഡ്. പിന്നെ അതിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ പ്ലാന്റ് നിൽക്കൂട്ടെ, നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ ഡയറക്റ്റ് അതിങ്ങനെ ഒരു വള്ളി പോലെ ഉപയോഗിക്കണം അല്ലേ? അത് ഹാങ് ചെയ്തിട്ട് കറക്റ്റ് അതിന്റെ ഭംഗി അറിയാൻ പറ്റും. പുറത്തോട്ട് പോട്ടിന്റെ പുറത്തോട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും. സാധാരണ വലിയ ബോട്ടിൽ വെച്ച് ഹാങ് ചെയ്ത് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് ഇടുന്ന ഒരു സെക്ഷൻ ആണ് ശരിക്കും നല്ലത്. ഇത് നല്ല ഭംഗിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ് ആണ്. ഇതെല്ലാം സെയിലിനല്ലത്? ഇതൊക്കെ സെയിലിനുള്ള പ്ലാന്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ചെറുത് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ ബ്ലാക്ക് പോട്ടിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും കേട്ടോ. ഇതെല്ലാം ചെറുതിലെ മേടിച്ച് വളർത്തി വലുതാക്കി വെച്ചിരിക്കുന്ന സെക്ഷനാണ്, അതുകൊണ്ട് തന്നെ അതിന് അത്യാവശ്യം പൈസ വരുന്നുണ്ട്. ഇതൊരു നോർമൽ റേറ്റ് ആണ് കേട്ടോ. ആർക്ക് വേണമെങ്കിലും വന്ന് വാങ്ങാം, എന്തായാലും കൊള്ളാം. പിന്നെ നിൽക്കാൻ നമുക്ക് വരുന്ന അടുത്ത സെക്ഷനും കാര്യങ്ങളൊക്കെ ഏതാണ്? ഇനി നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട് വല്ല സെക്ഷൻ ഉണ്ട്? വേറെ നമുക്ക് കുറച്ച് മാംഗോസിന്റെ കുറച്ച് വെറൈറ്റി ഉണ്ട്. പിന്നെ ഡെൻഡ്രോബിത്തിന്റെ ഒരു വെറൈറ്റി ഫ്ലവർ ഇതൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അത് കാണാം. പിന്നെ ഈ സൈഡിൽ അടിയിൽ കാണുന്നത് മറ്റേ ബേർഡ്സ് നെസ്റ്റിംഗ് ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള അടിപൊളി സംഭവമുണ്ട്. ഇതൊക്കെ സെയിലല്ലേ? ഇതൊക്കെ സെയിലിനുള്ള കംപ്ലീറ്റ് സെയിലിനുള്ള പ്ലാൻസ് ആണ് കേട്ടോ. ഇതൊക്കെ നല്ല വലിയ വീടിന്റെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടിരിക്കും. ഇതൊക്കെ അഗ്ലോണിമ അല്ലേ? ഇത് അഗ്ലോണിമയുടെ വെറൈറ്റി കളക്ഷൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം കേട്ടോ. ഇത് നമ്മുടെ അടുത്തതായിട്ട് വരുന്നൊരു സെക്ഷനാണ് കേട്ടോ. ഞാൻ ഇതിലൊരു ബേർഡ്സ് നെസ്റ്റിംഗ് ഫാനിൻ്റെ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോക്കി നോക്കിയാൽ അടിപൊളിയാണ്. ഞാൻ നേരത്തെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു തന്നില്ല. അതിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഇതിന് ചെറിയൊരു വിത്ത് നല്ല ഉണ്ടാവുക ബേർഡ്സ് നെസ്റ്റിംഗ് ലീഫിന്റെ അടിയിലുള്ള വിത്ത് ഉണ്ടാവുന്നത്. അതന്നെ, ഞാൻ ആ വിത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് അതിൻ്റെ വിത്ത്. ഇത് ഈ കാണുന്ന സ്ട്രിപ്പ് പോലെ ഇങ്ങനെ കൊടുത്ത് ഇതല്ലേ വിത്തിന്റെ അതിന്റെ അടിഭാഗത്ത് വരുന്ന വിത്ത്. ഇതാണ് ഇതിന്റെ വിത്ത് ഇട്ടാ. ഞാൻ മുമ്പ് ഒരു വീട്ടിൽ കണ്ടിട്ടുണ്ട്, അതെനിക്ക് ഇത്രയും വലുത് തോന്നുന്നത്.
ശരിക്കും പൗഡർ പോലെ ഒരു ഇത് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ശരിക്കും ഇതിങ്ങനെ പറന്നു പോയി. പണ്ട് എന്റെ മേമ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഓർക്കിഡ് മേടിച്ചപ്പോ അതിൽ പ്ലാന്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആൾക്ക് അതൊരു വെറൈറ്റി തോന്നിട്ട് വേറെ ചട്ടിക്ക് മാറ്റി വെച്ച് ഇപ്പൊ ഈ ഒരു വലിപ്പമായി പ്ലാന്റ്. നല്ല വലിപ്പം വരും. ഇപ്പൊ നമുക്ക് വലിയ പ്ലാന്റ്സ് സെയിൽ ആയി പോയി. ഓൾമോസ്റ്റ് ഒരു 1.5 മീറ്റർ, ഇതിനാണ് വലിപ്പം വരും. 2 മീറ്റർ ലെങ്ത് ലീഫ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഏജ് ഉണ്ട് അതനുസരിച്ച്. അതല്ലേ, ഓക്കെ. ഇത് മെയിൻ ആയിട്ട് ഹോട്ടൽസിലൊക്കെ ഫ്രണ്ടിൽ ലോബികളിലൊക്കെ വെക്കാനായിട്ട് അവര് ലീഫ് പോളിഷ് ഒക്കെ ചെയ്ത് നല്ലൊരു പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ഇവിടെ വെറൈറ്റി ആയിട്ട് എന്താ കാണാനുള്ള? ഇവിടെ നമുക്കൊരു ഡെൻഡ്രോബിയം സ്പെഷ്യൽ വെറൈറ്റി ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് കാണാം. ഓക്കെ, ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പ്ലാന്റ് എന്നിട്ട് ഈ കാണുന്ന സെക്ഷൻ ഇത് റിപ്സാലിസ്. ഏതാ? റിപ്സാലിസ്. റിപ്സാലിസ് അല്ല, ഓക്കെ. ഒരു നൈസ് ആയിട്ടുള്ള ഒരു എയർ പ്ലാന്റ് ആണോ? അതല്ല, അല്ലല്ല, വേറെ വെറൈറ്റി, വേറെ ജെൻസ്. ഓക്കെ, നല്ല ഭംഗിയുള്ള വെറൈറ്റി ആണ് കേട്ടോ. ഇതൊരു ഡെൻഡ്രോബിയം നമുക്ക് ഫ്ലവർ ചെയ്താണ്. ഈ കാണുന്നത് അല്ലേ? ചാന്തബോൺ സൺറൈസ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണിത്. ഓക്കെ, ഇതിപ്പോ ഫ്ലവർ ചെയ്താണ് ഇവിടെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് അധികം ആൾക്കാരിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആണ്. സ്പെഷ്യൽ കളക്ഷൻസിൽ വരുന്നതാണ്. മറ്റേതുപോലെ അല്ല, നോർമൽ ഹൈബ്രിഡ്സ് പോലെ റേറ്റും വ്യത്യാസം വരുന്നുണ്ട്. നല്ല വില വരില്ല. അത്യാവശ്യം വില വരുന്ന റേറ്റ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം ഇവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി കളക്ഷൻ ഉള്ളവർ എപ്പോഴും വെക്കുന്ന ഒരു സാധനം ആണല്ലേ. ഇതൊക്കെ സെയിലാണ് നമ്മുടെ ഇതൊക്കെ സെയിൽ, കംപ്ലീറ്റ് സെയിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നൈസാണ്. അതുപോലെ തന്നെ ഇവിടെ ഹാങ്ങിങ് പ്ലാന്റ്സും മണി പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് സെയിലിനായിട്ടുണ്ട്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒക്കെ ഇതൊന്നും കാണാത്തൊരു തരം വെറൈറ്റിയാണ് കേട്ടോ. ഇതെല്ലാം അങ്ങോട്ട് സെയിലിനുള്ളതാണ്. ഇവിടെ ഒന്നും അങ്ങനെ അപൂർവമാണ് നിങ്ങൾ മാത്രം സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളുള്ളൂ അല്ലേ? അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് നിങ്ങൾ നോക്കി നോക്കിയാൽ ഇതെന്ത് വെറൈറ്റി? ഇതൊക്കെ ഹാങ്ങിങ് തന്നെയല്ലേ വരുന്നത്? അതൊരു അതിന്റെ കറക്റ്റ് നെയിം അറിയില്ല. ഒരു മെലൺ ഇതാ പറയണത്. അത് ആണല്ലേ, ഓക്കെ. നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഹാങ് പ്ലാന്റ് ഒക്കെ കൊറോണ സമയത്ത് ട്രെൻഡ് ആയിരുന്നല്ലേ എന്റെ പൊന്നെ. നമ്മൾ കുറച്ച് ആഗ്രഹം തോന്നി വെക്കാനാണ്. എല്ലാവരും ഒരുപാട് കീപ്പ് ചെയ്ത് തരുന്ന ഒരു വെറൈറ്റി ആണ് ഹാങ് പ്ലാന്റ്സ്. അതിൽ നിന്നാണ് ഇങ്ങനെ കുറെ വെറൈറ്റികൾ ഇങ്ങനെ പ്രൊഡക്ഷൻസ് ഒക്കെ തുടങ്ങിയിട്ട് ആൾക്കാർ. ഓക്കെ, ഇവിടെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇവരുടെ ഒരു മറ്റേ മെയിൻ്റനൻസ് വർക്ക് നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നമ്മുടെ ബാക്ക് സൈഡ് ആകെ അതന്നെ ആകെ ഒരു ഇതായിട്ട് നടക്കണം. പക്ഷെ നമുക്ക് ഡയറക്റ്റ് കാണുമ്പോൾ അങ്ങനെ വലിയ ഫീൽ ഒന്നും ഇല്ല. എന്നാലും ചില സ്ഥലങ്ങളിൽ മണ്ണ് കളച്ച് അങ്ങനെ കിട്ടിട്ടുണ്ട്. അതന്നെ. അപ്പൊ നമ്മൾ ആ ഒരു സെക്ഷൻ നമ്മൾ കാണിക്കുന്നില്ല. ഇത് എന്തൊരു സംഭവം? അത് സൈഡൻഫെഡേനിയ മിട്രാട്ട എന്ന് പറഞ്ഞൊരു വെറൈറ്റി. അത് ഇതിന്റെ പേര് പഠിക്കണമെങ്കിൽ ഭയങ്കര ഒരു ടാഗ് ഉണ്ട്. സൈഡൻഫെഡേനിയ എന്ന് പറഞ്ഞ വെറൈറ്റി ആണത്. ഇതിന്റെ ലീഫ് ഇങ്ങനെ ഇരിക്കും. ഇതാണ് കറക്റ്റ് നെയിം കേട്ടോ. ഇത് മതി കുഞ്ഞു കുഞ്ഞു പൂക്കള്. അതന്നെ, ഈ കാണുന്ന ഫ്ലവേഴ്സ് ആണ് അതിലുണ്ടാവുന്നത്. കുഞ്ഞൊരു ഫ്ലവറാണ്. കുറച്ചുകൂടി ഇത് പോയി തുടങ്ങിയതാണ്. കുറച്ചുകൂടി വലിയ ബഞ്ചസ് ആയിരിക്കും ഇത്. ഓക്കെ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നൈസാണ്. ഇതൊക്കെ ഓർക്കിഡ് തന്നെയല്ലേ? അതൊക്കെ ഓർക്കിഡ്സ് ആണ്. ഓർക്കിഡ്. പക്ഷെ ഇതൊക്കെ ചെറിയൊരു വ്യത്യാസം. അത് ഡെൻഡ്രോബിയത്തില് നൊബീലി എന്ന് പറഞ്ഞ വെറൈറ്റി ആണല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് മറ്റേ അഡീനിയത്തിന്റെ കുറച്ച് കളക്ഷൻസ് ഇല്ലേ? കുറച്ച്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണാട്ടാ. ഇത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് അഡീനിയത്തിന്റെ കളക്ഷൻസ് ആണല്ലേ? ഇത് അഡീനിയം നമ്മൾ ജസ്റ്റ് ഒരു കളക്ഷൻ വേണ്ടി വെച്ചേക്കണത് കുറച്ച്. അതിന്റെ വെറൈറ്റി അവിടെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു റോസ് കളർ അല്ലേ? വെയിലായിരുന്നു. ഇത് സെയിൽ അങ്ങനത്തെ പർപ്പസ് അല്ല. ഇത് നോക്കി കൊല കുത്തി പൂണ്ടായി നിൽക്കുന്നുണ്ട്. നല്ല മെറൂൺ കളറിലാണ്. ഇതൊരു ബോൺസൈ സെറ്റപ്പിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രൂൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മുടെ ഇക്കയുടെ വീടിന്റെ ഫ്രണ്ടില് മറ്റേ മാംഗോയുടെ വലിയൊരു കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം. ഒരു വെറൈറ്റി മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പേരുകളൊക്കെ പറയാൻ പറ്റുമോ? അഡീനിയംസ് എനിക്ക് പേരറിയില്ല. അത് ഉമ്മയാണ് അതിന്റെ ആള്. അല്ല, ഉമ്മ കുറച്ച് തിരക്കിലായതുകൊണ്ടാണ് ഇക്കനെ വിട്ടത്. ഓർക്കിഡാണ് ഇക്കയുടെ സെക്ഷൻ. ഇത് നിങ്ങൾ നോക്കി നോക്കിയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നല്ല കളർ അട്രാക്ട് ചെയ്യുന്ന കളറല്ലേ. പിന്നെ ലീഫിന് വ്യത്യാസമുണ്ട്. ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കോംബോ ലീഫ്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. മറ്റേ ഡബിൾ പെറ്റൽസും ട്രിപ്പിൾ പെറ്റൽസും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഓക്കെ, പിന്നെ ഇവർക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കോളൊക്കെ ചെയ്തിട്ട് അതിൽ മറ്റേ തിലാപ്പിയനൊക്കെ വളർത്തി ഇവര് മീൻ നമ്മൾ ഉപയോഗിക്കും. പിന്നെ പ്ലാന്റ്സ് നനയ്ക്കാനൊക്കെ ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. അതെ, നോക്കി നോക്കി ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ. ഇതിന്റെ ചെറിയ പ്ലാന്റ് ഒന്നും നമ്മുടെ സെയിലിനില്ല. ഇല്ല കേട്ടോ. അപ്പൊ അഡീനിയത്തിന് വേണ്ടി ആരും കോണ്ടാക്ട് ചെയ്യണ്ട. അപ്പൊ അഡീനിയം ഈ കാണുന്ന വെറൈറ്റീസ് ഒക്കെയാണ് കണ്ട. ഇതെല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇവരുടെ കയ്യിൽ വരുന്നത്. ഈ ഒരു സെക്ഷൻ ഏതാണ്? കുറച്ച് വെറൈറ്റി ആയിട്ട് കാണുന്നുണ്ടല്ലോ. ഡാൻസിംഗ് ഗേളിന്റെ സെക്ഷൻ ആണ് കേട്ടോ. ഓൺ സ്റ്റേഡിയം അതിന്റെ ഫ്ലവർ ആണ് കാണുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അടിപൊളി. പിന്നെ ഇവിടെ ഞാൻ വന്നപ്പോൾ എനിക്ക് വേറൊരു പ്ലാന്റ് ഇഷ്ടപ്പെട്ടായിരുന്നു. ഈ കാണുന്നത് കാറ്റ്ലിയ.
കാറ്റ്ലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ. ഓക്കെ ഓക്കെ, ഇതൊരു മീഡിയം സൈസ് ഫ്ലവറാണ്. നോർമൽ കാറ്റ്ലിയ പോലെ നല്ലോണം പൂക്കളുണ്ടാവുന്നതാണ് ഡെൻഡ്രോമി പോലെയൊക്കെ. അല്ലല്ല, അത്രയ്ക്ക് ഫ്ലവറിങ് കിട്ടില്ല. പക്ഷേ ഇത് കുറച്ചും കൂടി ലാസ്റ്റിംഗ് ഫ്ലവേഴ്സ്. നോർമൽ കാറ്റ്ലിയ പോലെ അല്ല. നോർമൽ കാറ്റ്ലിയ വലിയ ഫ്ലവേഴ്സ് നമുക്ക് അത്രയധികം ദിവസം കിട്ടില്ല. നല്ല ഭംഗിയില് ഇതും ഒരു പലക തന്നെയാണ്. ഇത് മരത്തുമ്പോൾ മൗണ്ട് ചെയ്തേക്കുന്നത്. അത് തന്നെ നല്ല ഭംഗിയുടെ ഹാങ് ചെയ്തു. ഇതൊക്കെ ഏത് വെറൈറ്റി? ഇതൊക്കെ മറ്റേ നേരത്തെ പറഞ്ഞ വെറൈറ്റി ഓൺസീഡിയത്തിൽ പെട്ട വെറൈറ്റീസ് ആണ് കേട്ടോ. അതാണ് ഇത്. മറ്റേ ഇതെന്ത് വെറൈറ്റി പ്ലാന്റ് രീതി കാണുന്നത്? അത് എയർ പ്ലാന്റ് ആണ്. എയർ പ്ലാന്റ്. ഓക്കെ, അതൊരു ലവിന് ഷേപ്പില് ചെയ്ത് കാണും. ഷേപ്പിൽ വെച്ചിട്ട് ഇത് വേറെ പ്ലാന്റ്. അതാണ് എയർ പ്ലാന്റ്. അതിന്റെ ഒപ്പം വന്നേക്കുന്നത്. ഇത് വേറൊരു പ്ലാന്റ് ആണ്. ഓക്കെ, അടിപൊളി കേട്ടോ. നമ്മൾ അഡീനിയം നേരത്തെ സെയിലിനില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടിയും ഇഷ്ടംപോലെ പ്ലാന്റ്സ് ഇവരുടെ കയ്യിൽ സെയിലുണ്ട് കേട്ടോ. ഈ ഒരു സെക്ഷൻ മൊത്തം സെയിലിനുള്ള പ്ലാന്റ്സ് ആണ്. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ട്. ഒരു 10-15 വെറൈറ്റി എങ്ങനെ പോലും ഉണ്ടാവില്ലേ? അഡീനിയത്തിന്റെ നല്ല വെറൈറ്റികൾ ആ മതിലുമേൽ കൂടി ഒരുപാട് സെയിലുണ്ട്. ഈ സെക്ഷൻസ് മൊത്തം നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു പോട്ട് അങ്ങനെ തന്നെ ഇവിടെ മേടിക്കുക, ഡയറക്റ്റ് വീട്ടിൽ വെക്കുക. റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഒന്നും ചെയ്യണം. എല്ലാം പോട്ടിൽ സെറ്റ് ചെയ്ത് അത്യാവശ്യം പഴക്കമുള്ള പ്ലാന്റുകളാണ് അല്ലേ? അതെ, അത്യാവശ്യം നല്ല പ്രായമുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് കുറച്ച് മൊക്കാറസിന്റെ ഇത് വരുന്നുണ്ടല്ലോ. ഇക്കടെ വീടാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് മൊക്കാറസ് നമ്മൾ നട്ടേക്കുന്ന ഒരു രീതിയാണിത്. നമ്മളൊരു ബെഡ് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ ഓട്ടും കഷ്ണം, ഇഷ്ടിയ പീസും പിന്നെ ചാണകത്തിന്റെ ഇതും ചാണകം ഇടുന്നോണ്ട് കുഴപ്പമില്ല അല്ലേ? നമ്മൾ ഡയറക്റ്റ് കോൺടാക്ട് വരുന്നില്ല. ചിലർ പുഴുക്കേട് വരും അങ്ങനെയൊക്കെ പറഞ്ഞു. നമ്മൾ അങ്ങനെ കോൺടാക്ട് ചെയ്ത് ഡ്രൈ മീഡിയം തന്നെയാണ് ഉണക്ക ചാണകം. പക്ഷെ അത് അങ്ങനെ പ്രോബ്ലം വരുന്നില്ല നമുക്ക്. ഇവിടെ അത്യാവശ്യം നല്ല ഫ്ലവറിങ് കിട്ടണം നമുക്ക്. ഓക്കെ, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ മെയിൻ ആയിട്ട് സെക്ഷൻ കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മാങ്ങയുടെ കളക്ഷനാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1 kg ഒരു മാങ്ങയ്ക്ക് വരുന്ന തൂക്കം വരുന്ന മാങ്ങകൾ ഇക്കടെ വീട്ടിലുണ്ടായിട്ടുണ്ട്. 2 സൈഡിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഒന്ന് കാണിക്കാൻ പറ്റുക? ഇതാണ് മാങ്ങ. ഇത് എന്താ വെറൈറ്റിയുടെ പേരെന്താ? ഇത് നമുക്ക് മിയാസാക്കി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. മിയാസാക്കി. ഓക്കെ ഓക്കെ. ഇത് അപ്രോക്സിമേറ്റ് 1 കിലോ 980 990 ഗ്രാം 990 ഗ്രാം ഒക്കെ നോക്കിയപ്പോ കിട്ടിയതാണ്. ചിലത് അതിന് വലുതുണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ അടിയിലുണ്ടായിരുന്നു. ഇത് ആ സെയിം വെറൈറ്റി തന്നെയല്ലേ? നിങ്ങൾ നോക്കി നോക്കി ഇതേ കണ്ട നല്ല കരിനീല കളറിൽ വയലറ്റ് കളറിലാണ് കേട്ടോ ഈ മാങ്ങ ഉണ്ടായി നിൽക്കുന്നത്. നോക്കി നോക്കിയേ, കണ്ട വലിയ മാങ്ങയാണ്. ഇത് എങ്ങനെ ടേസ്റ്റ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഭയങ്കര മധുരമാണ്. ഭയങ്കര മധുരമാണല്ലോ. നമ്മള് സാധാരണ മാവിനേക്കാളും നല്ല മധുരമാണ്. ഇത് നല്ല മധുരത്തിലാണ് സാധനം എന്നാണ് പറയുന്നത് കേട്ടോ. അടിപൊളി. ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ എത്ര വർഷമായി ഈ സംഭവം മാങ്ങ നിങ്ങൾക്ക് തന്നു തുടങ്ങിയിട്ട്? ഇതിപ്പോ മാവ് നമുക്ക് കായ്ച്ചു തുടങ്ങിയിട്ട് 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായിട്ടുള്ളൂ അല്ലേ? ഓക്കെ. അതെ, ഇങ്ങോട്ടൊക്കെ നോക്കി അത്ര വയസ്സില്ല കേട്ടോ, ഏജ് ഇല്ല. മാക്സിമം ഒരു 7-8 വർഷം ഏജ് ഉണ്ടാവുള്ളൂ. ഇതിന് ആണല്ലേ? ഓക്കെ. 10 വർഷത്തിൽ താഴെ എങ്ങനെയായാലും മാക്സിമം ഏജ് ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ ഒരു വെറൈറ്റി മാങ്ങ ഉണ്ടല്ലോ. ഇത് മാംഗോസ്റ്റീൻ അല്ലേ? ഇത് മാംഗോസ്റ്റീൻ. ഇത് എന്ത് വെറൈറ്റി മാങ്ങയാ? ഇതിന്റെ പേര് കറക്റ്റ് അറിയില്ല. പക്ഷെ ഇതും 1 kg വരുമോ? ഇതും അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്ന മാങ്ങയാണ്. ഇത് കുറച്ചുകൂടി നീളം ടൈപ്പാണ്. ഓക്കെ. ഇഷ്ടംപോലെ ഉണ്ടായിട്ടാ. അതിന്റെ ഉള്ളിലൊക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. ഇവിടൊക്കെ വരുമ്പോ നിറച്ച് മാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും. വെറൈറ്റി ആയിട്ട് ഫ്രൂട്ട് കളക്ഷൻ ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ഫ്രൂട്ട് കളക്ഷൻ ഇതും പിന്നെ ഇവിടെ റംബുട്ടാൻ ഉണ്ട്. റംബുട്ടാന്റെ സെക്ഷൻ അത്യാവശ്യം നല്ലോണം സീസൺ അല്ലാത്ത കാരണം ആയിട്ടില്ല. പൂത്തിട്ടുണ്ട്. ഇനി അതായി വരണം, കായായി വരണം. ഓക്കെ. ഇവർക്ക് പാലക്കാട്, നിങ്ങൾക്ക് പാലക്കാട് വലിയൊരു ഫാമില് വേറെ? പാലക്കാട് 12 ഏക്കറിൽ വേറെ വലിയൊരു ഫാം ഇവർക്ക് പാലക്കാട് ഉണ്ട്. അതൊക്കെ നമ്മൾ ഭാവിയിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം. ഇനിയിപ്പോ ഇവിടെ നമുക്ക് വേറെ കാണിക്കാനായിട്ട് ഐറ്റംസ് വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ ഒരു കാര്യം ചെയ്തേക്ക, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും ഒന്ന് വഴി ഒന്ന് പറഞ്ഞു കൊടുത്താൽ ആദ്യം. ഇതിപ്പോൾ നമ്മുടെ പേൾ ഓർക്കിഡ്സ് ഫാം ഇരിക്കുന്നത് 3 വീടിക എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ. നിങ്ങളിപ്പോൾ ഗുരുവായൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഗുരുവായൂർ കൊരങ്ങണ്ട റൂട്ട്, ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്റർ. ഓക്കെ. പിന്നെ ഗൂഗിൾ മാപ്പ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ മാപ്പ് കിട്ടും. ഓക്കെ. നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്ന് 12 കിലോമീറ്റർ, ഗുരുവായൂരിൽ നിന്ന് 35 കിലോമീറ്റർ. 3 വീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഫാം ഇരിക്കുന്നത്. ഓക്കെ. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടില്ലേ? ഓക്കെ. അപ്പോൾ ഇത്രയ്ക്കുള്ളോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യക്കാർക്ക് എന്ത് സംശയങ്ങൾക്കും നമ്മുടെ ഇക്കാനെ കോൺടാക്ട് ചെയ്യാം. വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, വിളിച്ച് ചോദിക്കുക എല്ലാത്തിൻ്റെ ഉള്ള പ്രൈസ് ഡീറ്റെയിൽ. അപ്പോൾ ഇക്കാൻ നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഒരു ബായ് കൊടുത്തേ. ബായ്.